ഫ്ളാറ്റുകളും വില്ലകളും പ്ലോട്ടുകളുമൊക്കെ വാഗ്ദാനം ചെയ്ത് 2008 ആപ്പിൾ എ ഡേ പ്രോപ്പർട്ടീസ് നടത്തിയ തട്ടിപ്പാണ് സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ ഫ്ളാറ്റ് തട്ടിപ്പുകളിൽ ഒന്ന്. ചേർത്തലയ്ക്കടുത്ത് വല്യാറയിൽ ഉപഭോക്താക്കൾക്ക് ആപ്പിൾ വാഗ്ദാനം ചെയ്ത വില്ലകളും ഫ്ളാറ്റുകളുമൊക്കെ ഉയരേണ്ടിയിരുന്ന സ്ഥലമാണിത്. താങ്ങാവുന്ന വിലയിൽ ഒരു കിടപ്പാടമെന്ന ആപ്പിൾ എ ഡേ പ്രോപ്പർട്ടീസിന്റെ വാഗ്ദാനമാണ് അനേകരെ കുരുക്കിയത്. നിരവധി സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തു. 2008 മുതൽ കൈമാറ്റം വാഗ്ദാനം ചെയ്ത ഫ്ളാറ്റുകൾ ഒന്നുമായില്ല. ആപ്പിൾ എ ഡേ പ്രോപ്പർട്ടീസ് മാനേജിംഗ് ഡയറക്ടർ സാജു കടവിലാൻ, ഡയറക്ടർ രാജീവ് കുമാർ ചെറുവാര എന്നിവർ അറസ്റ്റിലായി. പരാതി പ്രവാഹമായതോടെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഇടപെട്ടു. പക്ഷേ പ്രശ്നപരിഹാരമായില്ല. കേസ് ഹൈക്കോടതിയിൽ നീളുകയാണ്. 90ഓളം പ്ലോട്ടുകൾ രജിസ്റ്റർ ചെയ്ത് കിട്ടി. ഇന്നും രജിസ്റ്റർ ചെയ്ത് കിട്ടിയ പ്ലോട്ടുകൾ എവിടെയാണെന്ന് പോലും ഈ മെമ്പേഴ്സിന് അറിഞ്ഞുകൂടാ. അതിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നത് 40 അമ്യൂണിറ്റീസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 100 അമ്യൂണിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞു. വില്ലേജിൽ ചെന്ന് ചോദിച്ചപ്പോൾ തരം മാറ്റേണ്ടി വരും. ഈ നിലം പുരയിടം എന്നുള്ള വെറ്റ്ലാൻഡ് ഡ്രൈ ലാൻഡ് എന്നുള്ള വിഷയം കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇങ്ങനെ കുരുങ്ങി കിടക്കുക. ഹൈക്കോടതി ഒരു അഡ്മിനിസ്ട്രേറ്റർ വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട്. അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് ലഭിക്കുന്നില്ല. ഉണ്ടായിരുന്ന വീടും സ്ഥലവുമൊക്കെ വിറ്റ് ഫ്ളാറ്റ് ബുക്ക് ചെയ്തവരും സ്വദേശത്തും വിദേശത്തും ജോലി ചെയ്തുണ്ടാക്കിയ സമ്പാദ്യം കിടപ്പാടത്തിനായി നൽകിയവരുമൊക്കെ തളർന്നു. പലരും രോഗബാധിതരായി. എറണാകുളം മഞ്ഞുമലിൽ നിക്ഷേപകർ തട്ടിപ്പിനിരയായ ആപ്പിൾ ഐസ് എന്ന പ്രോജക്റ്റാണിത്. 5 ടവറുകളാണ് ഇതിൽ വാഗ്ദാനം ചെയ്തിരുന്നത്. ഇതിൽ ആദ്യ ടവറിന്റെ ബേസ്മെന്റ് സ്ലാബ് മാത്രമാണ് പൂർത്തിയായി കിടക്കുന്നത്. 36 മാസത്തിനകം ഇത് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം എന്നുള്ള വ്യവസ്ഥയിലായിരുന്നു ഞങ്ങളിൽ നിന്ന് പൈസ കളക്ട് ചെയ്തത്. ഈ 550 അപ്പാർട്ട്മെൻറ്റ് 220 ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് 220 അപ്പാർട്ട്മെൻറ്റാണ് അവർ സെയിൽ നടത്തിയിരിക്കുന്നത്. ഈ 101 എന്ന പ്രൊജക്റ്റാണ് എൻ്റെ. അതിൻ്റെ ഫയലിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കോടതിയിൽ നിന്നുള്ള സീരിയസ് ആയ ഒരു അപ്രോച്ച് ഉണ്ടാകത്തിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ചില പദ്ധതികളിൽ പണം മുടക്കിയവർ ഒരുമിച്ച് ചേർന്ന് മറ്റു കരാറുകാരെ കണ്ടെത്തി വീണ്ടും പണം മുടക്കി ഒരു വിധത്തിൽ നിർമ്മാണം പൂർത്തിയാക്കി. പക്ഷെ പണനഷ്ടം, വർഷങ്ങളുടെ കാലതാമസം, വാടക, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ചെറുതായിരുന്നില്ല. മറ്റാരിൽ നിന്നും ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ബിൽഡറിൽ നിന്നൊരു 10 പൈസ കിട്ടിയിട്ടില്ല. അത് അഡ്മിനിസ്ട്രേറ്റർ ത്രൂ ഞങ്ങൾക്ക് കിട്ടേണ്ടതായിരുന്നു. 8 ലക്ഷം മുതൽ 18 ലക്ഷം വരെയും ഓരോരുത്തരും അഡീഷണൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ലോണിൻ്റെ ഇൻട്രസ്റ്റും അതിൻ്റെ തിരിച്ചടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും, പലരും 2 പേര് ആത്മഹത്യ ചെയ്തതും 12 പേര് മെൻ്റൽ ഡിപ്രഷന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതും, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നത്. അധിക ലാഭം മോഹിച്ച് പണം നിക്ഷേപിച്ചവരല്ല, കയറിക്കിടക്കാൻ ഇടം തേടിയവരാണ് ആപ്പിൾ ഉടമകളുടെ ചതിയിൽപ്പെട്ടത്. തട്ടിച്ചെടുത്ത പണവുമായി ആപ്പിൾ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ എവിടെയോ കഴിയുന്നു. കിടപ്പാടത്തിനു വേണ്ടി പണം കൊടുത്തവർക്ക് പണം നഷ്ടമായി. വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. പലരും ഇപ്പോഴും വാടക വീട്ടിലാണ് താമസം. ഇത്തരം തട്ടിപ്പുകാർ ഇനിയും ഉണ്ടാവില്ലെന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ വേണുകുട്ടനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.